ഞാൻ രഘു. നിങ്ങൾ ഇപ്പോൾ ATM-ലാണ്. ആവുന്നത്ര നോളജ് പിൻവലിക്കാം. ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയ അറിവുമായിട്ടാണ്. Factorization of quadratic equation by splitting the middle term. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഫാക്ടറൈസേഷൻ, ക്വാഡ്രാറ്റിക് ഫോർമുല, ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ രണ്ട് മെത്തഡിൽ ആദ്യത്തെ മെത്തഡായ ഫാക്ടറൈസേഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഫാക്ടറൈസേഷനിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ, ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തേക്കുക. നമ്മൾ താമസിക്കുന്നില്ല, നേരിട്ട് ക്ലാസ്സിലേക്ക്. ഫാക്ടറൈസേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? യെസ്, ദിസ് ഈസ് എ റെലവന്റ് ക്വസ്റ്റ്യൻ. Factorization of quadratic equation is done to solve the quadratic equation. To solve, what do you mean by to solve? Another interesting question. Solving a quadratic equation means finding the value of the variable of that quadratic equation. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളത്. മറ്റൊരു മെത്തേഡ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുക. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ factorization and solving a quadratic equation. ഫാക്ടറൈസേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കാം. x square plus 5x plus 6 is equal to 0. x square plus 2x plus 2 is equal to 0. x square minus 5x plus 6 is equal to 0. These are the equations on the right and left side, and you can see some equations on my right side. 2x square minus 6x plus 3 is equal to 0. 16x square minus 8x plus 1 is equal to 0. 3x square minus 4 root 3x plus 4 is equal to 0. Before I teach you, just watch it and tell me, what is the difference? What is the main difference that you see between these two kinds of quadratic equations? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതും റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതും തമ്മിലുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷൻസ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് നിങ്ങൾ കാണുന്നത്? പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അവിടെ ഇവിടെ ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അതല്ല വ്യത്യാസം. There is another important difference. Yes, some of you may have understood. The main difference is here. Let me just point it out. പ്രധാന വ്യത്യാസം ഇവിടെയാണ് കിടക്കുന്നത്. ആദ്യ ഭാഗത്താണ് പ്രധാന വ്യത്യാസം നമുക്ക് കാണാനാവുന്നത്. ആ വ്യത്യാസം എന്താണ്? ഈ ഇടതുവശത്ത് കിടക്കുന്ന ഇക്വേഷൻസിന്റെ എല്ലാം എക്സ് സ്ക്വയേഴ്സിന്റെ കോഎഫിഷ്യന്റ്, ഈ എക്സ് സ്ക്വയറിന്റെ കൂടെ ഒരു നമ്പേഴ്സും നമ്മൾ കാണാൻ കഴിയുന്നില്ല. ഇവിടെ ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എക്സ് സ്ക്വയേഴ്സിന്റെ കോഎഫിഷ്യന്റ് ഒന്നാണ് എന്നതിന്റെ അർത്ഥം. അപ്പം എക്സ് സ്ക്വയറിന്റെ കൂടെ നമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ വി ഹാവ് അണ്ടർസ്റ്റുഡ് the coefficient of x square here is 1. But the case is different over there. Look at the terms. These are all the terms with x squares. Look at their coefficients. They are the numbers other than 1. അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കലാണ് ഫാക്ടറൈസേഷന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. I mean, factorization of this kind of equations and the factorization of those that kind of equations. ഇത് രണ്ടിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് രണ്ട് തരത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഈ വ്യത്യാസത്തിനെ കുറിച്ച് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഏതൊക്കെ തരത്തിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒന്നല്ലാത്ത നമ്പേഴ്സ് അതർ ദാൻ 1. അപ്പോൾ നമ്മൾ ഫാക്ടറൈസേഷനിലേക്ക് പോകുന്നു. ആദ്യം നമുക്ക് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിട്ടുള്ള ഇക്വേഷൻസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, let me write one of such equations. Here is a very convenient equations to study factorization. ഫാക്ടറൈസേഷൻ എന്ന ടെക്നിക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഇക്വേഷൻ ഇതാണ്.
x square plus 5x plus 6 is equal to 0. ഞാൻ പറഞ്ഞു ഏത് തരത്തിലുള്ള ഇക്വേഷൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? ഇക്വേഷൻസ് whose coefficient of x square, where the coefficient of x square is 1. ഇനി ഇത്തരം ഇക്വേഷൻസ് തന്നെ 4 സ്റ്റൈലിലുണ്ട്. അതിനെയാണ് ഞാൻ പഠിപ്പിക്കാൻ ഈ വരും നിമിഷങ്ങളിൽ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ആ 4 സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലസ് ആണ്. ഇനി ഇക്വേഷൻ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 6 ഈസ് ഇക്വൽ ടു 0 വന്നാൽ എങ്ങനെയാവും നോക്കാം. ഇവിടെ മൈനസ് ആണ്. ഇതിനെ എങ്ങനെയായിരിക്കും ഫാക്ടറൈസ് ചെയ്യുന്നത്? നാലാമത്തെ സ്റ്റൈൽ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈസ് ഇക്വൽ ടു 0. നോക്കാം, മൈനസ് ഈസ് ഓവർ ഹിയർ. ഇനി ഇത് തന്നെ നാലാമത്തെ സ്റ്റൈൽ എക്സ് സ്ക്വയർ മൈനസ് 5x minus 6 is equal to 0. These are the 4 kinds of equation we can deal with. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ എല്ലാം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒന്നാണ്. ഇനി അവയുടെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് പ്ലസ് 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 മൈനസ് മൈനസ് പ്ലസ് ആൻഡ് മൈനസ് ത്രൂ ഔട്ട്. ഈ 4 തരം ഇക്വേഷൻസിനെയും നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്, ഇവയെ എങ്ങനെയാണ് നമ്മളൊന്ന് മെരുക്കുന്നത് നോക്കാം. Let us deal with this equation. What is the specialty of the equation? Coefficient is 1 and you can see plus throughout. Before I start, let me remind you one thing. When you get a quadratic equation, you got to first of all think one thing. What is that? You must first identify the coefficient of x square. ഞാൻ വീണ്ടും വീണ്ടും കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിനെ കുറിച്ച് ആവർത്തിച്ച് പറയുകയാണ്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ചെയ്യേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഒന്നാണോ? അതെ, സ്റ്റെപ്പ് നമ്പർ 1 ഐഡന്റിഫിക്കേഷൻ ഓഫ് കോഎഫിഷ്യന്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇവിടേക്ക് വരിക, ഇവിടേക്ക് വരിക. That is a sign before the constant term. This is the constant term. x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒന്നാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം ഓടുക. ഇവിടെ വരുന്നു, കോൺസ്റ്റന്റിന് തൊട്ട് മുമ്പിൽ കിടക്കുന്ന സൈൻ ഏതാണ് എന്ന് നോക്കുക. ഇവിടെ സൈൻ പ്ലസ് ആണ്. ഇനി നമുക്ക് പ്രോസസ് തുടങ്ങാൻ സമയമായി. പ്രോസസ് എന്താണ്? ഇനി നമ്മൾ ചെയ്യേണ്ടത് think of 2 numbers, any 2 numbers. ആൻഡ് ഇവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ആണ്. 2 സംഖ്യകൾ നമ്മൾ ചിന്തിക്കുക, അതിനെ പ്ലസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇവിടെ മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 2 സംഖ്യകൾ ചിന്തിക്കുക, മൈനസ് ചെയ്യുക. അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ പഠിക്കും. ഓക്കെ, ഇപ്പോ 2 സംഖ്യകൾ ചിന്തിക്കുക, പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ അതിന്റെ സം ഇതായിരിക്കണം, 5 ആയിരിക്കും. അപ്പോ നമുക്ക് 1 4 എഴുതിയാൽ 5 എന്ന് കിട്ടും. 2 സംഖ്യകൾ ചിന്തിക്കുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടണം. 1 4 5 ആണ്. Another option 2 plus 3 is equal to 5. Is it over? We have one more option. That option is this: 5 plus 0 is equal to 5. 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 5 കിട്ടാനുള്ള 3 ഓപ്ഷൻസ് ആണ് ഇവ. 1 plus 4 is 5, 2 plus 3 is equal to 5, and 5 plus 0 is equal to 5. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഈ എടുത്ത സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കണം പ്രൊഡക്റ്റ്. നോക്കാം, ഞാൻ എടുത്ത സംഖ്യകൾ ഇതൊക്കെയാണ്. ആദ്യം 1 plus 4 is 5. ഓക്കെ, കിട്ടുന്നുണ്ട്. ഇനി 1 and 4 മൾട്ടിപ്ലൈ ചെയ്താൽ ദ ലാസ്റ്റ് നമ്പറും കിട്ടണം. കിട്ടുകയില്ല. ഇവിടെ 1 into 4 is 4. 6 അല്ല കിട്ടിയത്. അടുത്തത് നോക്കാം, 2 into 3. 2 into 3 is equal to 6. കിട്ടി. 5 into 0. 5 into 0 that is 0. അപ്പോൾ ഞാൻ പറഞ്ഞ 2 കണ്ടീഷനും പാലിക്കുന്ന ഒരു പെയർ എന്ന് പറയുന്നത് 2 and 3 ആണ്. എന്താണ് 2 കണ്ടീഷൻ? ആഡ് ചെയ്താൽ 5, മൾട്ടിപ്ലൈ ചെയ്താൽ 6. ആഡ് ചെയ്താൽ നടുക്കത്തെ ടേം, മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് ടേം. ഇങ്ങനെ കിട്ടുന്ന 2 സംഖ്യകൾ, ഇത് കിട്ടുന്ന 2 സംഖ്യകൾ 2 and 3.
ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ചെയ്യാൻ പോകുന്നതാണ് ഇതിലെ ഒരു പ്രധാന കർമ്മം. ആ കർമ്മം കൊണ്ടാണ് ഈ മെത്തേഡിന് ഒരു പേര് വരുന്നത്. അതിതാണ്, നമുക്കറിയാം 2 and 3 are the numbers I'm going to use to factorize this equation. അവയെ ഉപയോഗിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ സെലക്ട് ചെയ്ത നമ്പേഴ്സിനെ ഉപയോഗിച്ച് നടുക്ക് കിടക്കുന്ന 5 എന്ന സംഖ്യയെ രണ്ടായി മുറിക്കാൻ പോകുന്നു. This is the first term, this is the last term, and this is the middle term, second term. രണ്ടാമത്തെ ടേമിനെ നമ്മൾ മുറിക്കാൻ പോകുന്നു. ഇംഗ്ലീഷിൽ we going to split it. സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മുറിക്കുക. ഏത് ടേമിനെ മുറിക്കുന്നു? നടുക്കത്തെ ടേമിനെ മുറിക്കുന്നു, മിഡിൽ ടേം. അപ്പോ ഈ രീതിക്ക് നടുക്കത്തെ ടേമിനെ മുറിക്കുന്നത് കൊണ്ട് ഇതിനൊരു പേര് വരുന്നു, ഫാക്ടറൈസേഷൻ by splitting the middle term. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഫാക്ടറൈസേഷൻ മെത്തേഡിന് പറയുന്ന പേരാണ് ഫാക്ടറൈസേഷൻ by splitting the middle term. How do we split the middle term? We split the middle term using two numbers. What kind of numbers they should be? They should be the numbers whose product is the middle term, whose sum is the middle term and the product is the last term. Fortunately for us, we have got two such numbers, 2 and 3. And watch it. This is going to be factorized. This is how we begin. X squared plus. Now the number 5 is no more. We're going to remove it. Instead of that, we will write 2 and 3. So we're going to express 5 through 2 and 3. 5 എന്ന സംഖ്യയെ 2 3 ഉപയോഗിച്ച് നമ്മൾ എഴുതാൻ പോവുകയാണ്. This is how it is. 2 plus 3. 2 plus 3. And the variable x is out. Plus 6 is equal to 0. Hope you have understood this much. And now, x squared. Multiply both the numbers inside the bracket with the variable outside. X into 2. 2x. X into 3. 3x. Plus 6 is equal to 0. The same can be expressed without bracket as well. അതെപ്പോഴാണ് ചെയ്യുന്നത്? നമ്മൾ ഈ 2നെ 3നെ എഴുതിയത് ബ്രാക്കറ്റിനുള്ളിലാണ്. ഈ ബ്രാക്കറ്റിന് വെളിയിൽ പ്ലസ് ആണെങ്കിൽ, ഇവിടെ കിടക്കുന്നത് പ്ലസ് ആണെങ്കിൽ നേരിട്ട് നമുക്ക് ബ്രാക്കറ്റ് ഇല്ലാതെ എഴുതാം. ഇനി പ്ലസ് അല്ല മൈനസ് ആണെങ്കിൽ that should be still in bracket. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തേക്കാം by putting the bracket. Okay, this is how I've done. Let me just rewind it. We have got two numbers. Using two numbers, we split f5. This is how I have written x squared plus 2 plus 3 into x plus 6 is equal to 0. Then 2 is multiplied by 6, we get 2x. 3 is multiplied with 6, 2 is multiplied with x, 2x. 3 is multiplied with x, 3x plus 6 is equal to 0. നമുക്ക് ഈ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്തേക്കാം. x square പോസിറ്റീവ് ആണിത്, ഇൻറ്റു ഇതും പോസിറ്റീവ് ആണ്, നോ ഡിഫറൻസ് 2x. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആണ്, 3x. ഇത് തന്നെയാണ് മുമ്പേ പറഞ്ഞത്. ബ്രാക്കറ്റിന്റെ വെളിയിൽ x പോസിറ്റീവ് ആണെങ്കിൽ even when you leave the bracket off, there is no change for the sign. Plus 6 is equal to 0. അപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനിയാണ് ഫാക്ടറൈസേഷൻ നടക്കാൻ പോകുന്നത്. ഫാക്ടറൈസേഷൻ മീൻസ് reduce something by taking the common factor out. എന്തിൽ നിന്നെങ്കിലും അവയുടെ പൊതുവായിട്ടുള്ളതിനെ, കോമൺ ആയിട്ടുള്ളതിനെ വെളിയിലെടുത്ത് ആ നിലവിലുള്ള സംഖ്യയെ കുഞ്ഞതാക്കി ചുരുക്കുന്നതിന്റെ പേരാണ് ഫാക്ടറൈസേഷൻ. ഇൻ മലയാളം ഇറ്റ് ഈസ് കോൾഡ് ഘടകങ്ങളാക്കൽ. നമ്മൾ ഘടകങ്ങളാക്കാൻ പോവുകയാണ്. ഘടകമാക്കുന്നതിന് മുമ്പ്, ബിഫോർ വി ടേക്ക് ദ കോമൺ ടേം ഔട്ട്, there should be 4 terms. 4 terms ഉള്ളപ്പോഴാണ് നമ്മൾ ഘടകങ്ങളാക്കുന്നത്. നോക്കാം, 1 term, 2nd term, 3rd and 4th term.
ഇങ്ങനെ 4 ടേംസ് ആക്കിയ ശേഷമാണ് നമ്മൾ ഘടകങ്ങളാക്കുന്നത്. ഈ 4 ടേംസിന്റെ ഒരു ടേം സ്ക്വയർ യൂണിറ്റ് ആയിരിക്കണം, സ്ക്വയർ ഉള്ള ടേം ആയിരിക്കണം. ഒരു ടേം കോൺസ്റ്റന്റ് ടേം ആയിരിക്കണം. ദാറ്റ് മീൻസ് ദ ടേം വിത്തൗട്ട് വേരിയബിൾ. ബാക്കി 2 ടേം വേരിയബിൾ അടങ്ങുന്നതായിരിക്കണം. നോക്കാം. ആദ്യത്തെ ടേം സ്ക്വയർ ഉള്ളത്, അവസാനത്തെ ടേം കോൺസ്റ്റന്റ്, നടുക്ക് നടക്കുന്ന 2 ടേം വേരിയബിൾസ് ഉള്ള. അപ്പോൾ ഇതിന്റെ അർത്ഥം there are 4 terms time to factorize. നോക്കാം. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ 2 എണ്ണത്തിനെ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളാണെന്ന് വിചാരിക്കുക. ഇനി അവസാനത്തെ 2 എണ്ണം രണ്ടാമത്തെ ഗ്രൂപ്പിലെയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വരച്ചതാണ്, സൊല്യൂഷന്റെ സമയത്ത് വരയ്ക്കാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ 2 ഒരു ഗ്രൂപ്പാണ്, രണ്ടാമത്തെ ഗ്രൂപ്പാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 സംഖ്യകളിൽ നിന്നും പൊതുവായിട്ടുള്ളതിനെ എടുത്ത് വെളിയിടുന്നു. നോക്കാം. സപ്പോസ് എക്സ് സ്ക്വയർ പ്ലസ് 2x. വാട്ട് ഈസ് ദി കോമൺ ഹിയർ? എക്സ് കോമൺ ആണ്, ശരിയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും? എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ. 2 ഇൻറ്റു എക്സ് 2x. ഇങ്ങനെ നോക്കിയാൽ ഒന്നുകൂടി കാര്യം വ്യക്തമാണ്. ഇവിടെ എന്താണ് കോമൺ? ഇവിടെയും എന്താണ് കോമൺ? നമുക്ക് ഇവിടെയും കോമൺ ആയിട്ട് കാണുന്നത് എക്സിനെയാണ്. എത്ര എക്സ് വെച്ചെടുക്കാം? ഓക്കെ, ഓരോ എക്സ് വെച്ചെടുക്കാം. ഇവിടുന്ന് ഒരെണ്ണം എടുക്കാം, ഇവിടുന്ന് ഒരെണ്ണം എടുത്തു. ഇനി ഓരോ എക്സ് കൂടി എടുക്കാൻ നമുക്കില്ല, കാരണം ഇവിടെ ഇനി ഒരു എക്സ് ഉണ്ട്, പക്ഷേ ഇവിടെ ഇനി എക്സ് ഇല്ല. അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തോണ്ട് പോയി. That means we can take 1x each from both of them. എഴുതുന്നു. ഒരു എക്സിനെ ഞാൻ എടുത്തു. ഒരു എക്സിനെ എടുത്തു എന്ന് പറഞ്ഞാൽ that x is out. ഇവയിൽ നിന്നും ആ എക്സിനെ നമ്മൾ പുറത്താക്കി. ഇനി ബാക്കി വരുന്നതിനെ നമ്മൾ ഒരു ബ്രാക്കറ്റിനുള്ളിലാണ് ആക്കാം. നോക്കാം. എക്സ് സ്ക്വയറിൽ നിന്നും ഒരു എക്സ് പോയാൽ ബാക്കി എക്സ് ആണ്. അതായത് എക്സ് സ്ക്വയറിൽ നിന്നും ഒരു എക്സ് പോയാൽ that term is reduced to x. 2x ൽ നിന്നും ഒരു എക്സ് ഉണ്ട്, അതിനെ വെളിയിൽ വന്നാൽ that is simply 2. അപ്പോൾ x square plus 2x നെ നമ്മൾ ഘടകങ്ങളാക്കിയാൽ അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്താൽ this is what we get. So let me write x square plus 2x. What can we take out? X can be taken out. So x out. This is reduced to x. This is reduced to simply 2. And we got to concentrate over here now. What is common? Is x common? No. X is only there with 3, but there is no x with 6. X is not at all common. Then is there anything common for the numbers 3 and 6? Yes, definitely. 3x plus 6. 3x means 3 into x plus. This can also be written by means of 3. 6 is 3 into 2. 3x means 3 into x. ഇപ്പോൾ വ്യക്തമാണ് എന്താണ് കോമൺ? X is not common, so we got to concentrate on other things. Here 3 is common. What can we take out? Okay, we can take out only 3. 3 is out. I told you the thing we take should be placed outside. Outside what? Outside the bracket. 3 goes, what's here? X. 3 is removed, 2 is remaining. When 3x plus 6 is factorized, this is what we get. So 3x plus 6, what number can be taken out? 3 can be taken out. 3. But there is a mistake in writing so. When you write 3, if a negative number is taken out, you must not forget negative 3. If it is a positive number, usually when we write a positive number, for example 3, if 3 is a positive number, we simply write 3. It is understood that it is plus positive 3. അപ്പോൾ 3 എന്ന് പറയുന്ന സംഖ്യ വെറുതെ എഴുതിയാൽ അതിന്റെ അർത്ഥം പോസിറ്റീവ് 3, ഇവിടെ പ്ലസ് ഉണ്ട് എന്നാണ്. ബട്ട് at the time of factorization, if it is 3 positive, that plus sign should be put. അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ നമ്മൾക്ക് ഇനി ഇവിടെ ബ്രാക്കറ്റ് വരാനുള്ളതാണ്. ഇവിടെ ഒരു സൈൻ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇതും മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ള മീനിങ് ആയിപ്പോയി. ഇഫ് ദർ ഇസ് നോ സൈൻ ബിറ്റ്വീൻ എ നമ്പർ ആൻഡ് എ ബ്രാക്കറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻടു. അപ്പോൾ ഇവിടുന്ന് 3 ആണ് വെളിയിൽ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. 3 എടുത്താൽ പോസിറ്റീവ് ആണ്, പ്ലസ് ഇടണ്ട എന്ന് വിചാരിച്ചാൽ തെറ്റാണ്, കാരണം മീനിങ് മാറിപ്പോയി. അപ്പൊ എന്താണ്? +3 എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം.
Okay, x plus this is reduced to 2 is equal to 0. To know whether our factorization is going smooth or our factorization is correct, there is, you got to spend a few seconds. ഇവിടെ അല്പം സമയം ചെലവഴിക്കണം എന്നിട്ട് നോക്കുക. The binomials, the common binomials we got. This is the binomial I got here, x plus 2. This is the binomial I got here, x plus 2. They should be same. Only when the remaining binomial is the same, we can say that our factorization is correct. Unfortunately, if I get x minus 2 here or a number different from this one, ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഫാക്ടറൈസേഷൻ ഇസ് റോങ്. അപ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫാക്ടറൈസ് ചെയ്ത് മിച്ചം വന്ന ബൈനോമിയൽ ഇവിടെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ വന്ന ബൈനോമിയൽ ഒരുപോലാണോ അല്ലയോ? ഒരുപോലെ അല്ലെങ്കിൽ തെറ്റി എന്ന് മനസ്സിലാക്കിയാൽ you should go behind, you should go and search somewhere here to find out the mistake. Okay, fortunately for me, everything is correct. ഇപ്പോൾ നമുക്ക് നോക്കാം, x into x plus 2 plus 3 into x plus 2 correct. ഇനി ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന കോമൺ x plus 2, അതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം എഴുതുക. സോ x plus 2 is and x plus 2 is common. ദാ എഴുതുന്നു x plus 2. ഇവിടുന്ന് x plus 2 എഴുതി. ഇനി ബ്രാക്കറ്റുകൾക്ക് വെളിയിൽ കിടക്കുന്ന സംഖ്യയെ ഉൾപ്പെടുത്തി മറ്റൊരു ബ്രാക്കറ്റ് ഉണ്ടാക്കുന്നു, മറ്റൊരു ബൈനോമിയൽ ഉണ്ടാക്കുന്നു. ഇതിന് വെളിയിൽ കിടക്കുന്ന x, ഇതിന് വെളിയിൽ കിടക്കുന്ന plus 3. Factorization is complete, is equal to 0. This is called factorization of quadratic equation. Now, if the question is solved by factorization, എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? സോൾവ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ find the value of x കാണൂ എന്നർത്ഥം. ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ടേ ഉള്ളൂ, വാല്യൂ കണ്ടിട്ടില്ല. ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം, അതുകൂടി കാണിച്ചു തരാം. Anyway, I'm sure that you have understood the factorization. ഇനി ഞാൻ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നു. This is where we are. So let me just solve it. I'm going to solve it. I'm going to solve it in the sense I'm going to find the value of x. ഇപ്പോൾ നമുക്കറിയാം there are two binomials, x plus 2, x plus 3 is equal to 0. ഇതിന്റെ അർത്ഥം ഈ x plus 2 എന്ന ബൈനോമിയൽ, x plus 3 എന്ന ബൈനോമിയൽ ഇവ രണ്ടും 0യോട് തുല്യമാണ്. Means this is equated to 0 and this is also equated with 0. നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇതാണ് ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത എഴുതേണ്ടത് ഇതാണ്. either this binomial is equal to 0, that means x plus 2 is equal to 0, or നമ്മൾ ഗ്രാമറിൽ പഠിച്ചിട്ടുണ്ട് eitherന്റെ കൂടെ വരുന്നത് or ആണ്. either or, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്, ഇത് അത് എന്നുള്ളതാണ്. അപ്പോൾ x plus 2 is equal to 0. അടുത്തത് x plus 3 0 ആണ്. either x plus 2 0 ആണെങ്കിൽ എന്താണ് x കാണണമെങ്കിൽ ഈ 2 നമ്മൾ അപ്പുറത്തേക്ക് ഒന്ന് ട്രാൻസ്പോസ് ചെയ്താൽ മതി. when a term changes its position, sign should be changed. So positive 2 becomes negative 2, or here x is equal to, same is the case here, negative 3 is taken to right side, it becomes negative 3. Sorry, positive 3 is taken to right side, it becomes negative 3. So we got two values for x is negative 2 and x is negative 3. So we can write therefore x is equal to negative 2, comma, negative 3. This is how we solve. Hope you have understood the factorization of an equation like x squared plus 5x plus 6 is equal to 0. And now let me talk one more thing. X squared plus 5x plus 6 is equal to 0. ഒന്നുകൂടി കാണാം. X squared plus 2 plus 3 into x plus 6 is equal to 0. ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. 2ഉം 3ഉം ഉപയോഗിച്ചാണ് ഇതിനെ നമുക്ക് മുറിക്കേണ്ടതെന്ന് മനസ്സിലായി. 2 plus 3 എന്നാണ് ഞാൻ എഴുതിയത്. ഇത് 2 plus 3 അല്ല, മറിച്ച് ഇങ്ങനെ എഴുതിയാൽ എന്തെങ്കിലും വിഷയമുണ്ടോ? 2 plus 3ക്ക് പകരം 3 plus 2 എന്ന് എഴുതിയാൽ എന്തെങ്കിലും വിഷയമുണ്ടോ? No difference at all. It doesn't make any difference. We will still get the right answer. നോക്കാം. ഞാൻ എഴുതിയതിൽ വ്യത്യസ്തമായി എഴുതാം. x square plus
3 plus 2 into x plus 6. Process മുമ്പത്തെ പോലെ തന്നെ എക്സ് സ്ക്വയർ ഇതായതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into x 3x plus 2 into x plus 2x 6 is equal to 0. ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ ബ്രാക്കറ്റ് ഇല്ലാതെ എഴുതുന്നത്. പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണെങ്കിൽ മറ്റൊരു മെത്തേഡാണ്. എക്സ് സ്ക്വയർ അറിയാം, കോമൺ ഇവിടെ 1 2 3 4 ടൈംസ് ഉണ്ട്. ഫാക്ടറൈസ് ചെയ്യാം. എക്സ് സ്ക്വയർ 4 ടൈംസ് മാത്രം പോരാ, അതിൽ ഒന്ന് സ്ക്വയർ ആയിരിക്കണം, ഒന്ന് കോൺസ്റ്റന്റ് ആയിരിക്കണം, മിഡിലിൽ കിടക്കുന്ന രണ്ടും വേരിയബിൾ ഉള്ളതായിരിക്കണം. ഞാൻ പറഞ്ഞിരുന്നു, ഇതെല്ലാം ചെക്ക് ചെയ്ത് പോകണം. സോ ഫാക്ടറൈസ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 3x കോമൺ 3 ആണ്, സോറി എക്സ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 3x ൽ എക്സ് കോമൺ ഔട്ട്. എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് പോയാൽ ഇറ്റ് ഈസ് റെഡ്യൂസ് ടു എക്സ്. 3x ൽ നിന്നും എക്സ് വെളിയിൽ വരുന്നു 3. അവിടെ 2x പ്ലസ് 6 2x, ഇത് ശരിക്കും പറഞ്ഞാൽ 2 into 3 ആണ്. 2x plus 6 എന്ന് പറഞ്ഞാൽ 2x plus 2 into 3 ആണ്. അപ്പോൾ 2 കോമൺ, 2വിനെ വെളിയിലിടുന്നു. 2 ഇങ്ങനെ എഴുതിയാൽ ശരിയാവോ? ഇല്ല. പ്ലസ് 2 ആണ് നമ്മൾ ഈ വെളിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ പ്ലസ് 2 എന്ന് തന്നെ എഴുതണം. അല്ലെങ്കിൽ എന്താണ് മീനിങ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്ലസ് 2 into 2x ൽ നിന്ന് 2 വെളിയിൽ വന്നു x, 6ൽ നിന്നും 2 വെളിയിൽ 3. നോക്കുക, ബൈനോമിയൽസ് ഒരേപോലാണ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫാക്ടറൈസേഷൻ കറക്റ്റ്, അല്ലെങ്കിൽ എവിടെയോ തെറ്റി. നോക്കാം. x plus 3 x plus 3 സ്റ്റിൽ ഫാക്ടറൈസേഷൻ. ഇവിടുന്ന് കോമൺ, അതിനെ ഒരു പ്രാവശ്യം എഴുതുന്നു. ഇതും നമ്മൾ ഒരു പ്രാവശ്യം എഴുതി. ഇനി ഇതിന് വെളിയിലുള്ളത് x, ഇതിന് വെളിയിലുള്ളത് 2. നമുക്ക് മുമ്പേ കിട്ടിയ അതേ ഫാക്ടേഴ്സ് തന്നെ ഇവിടെ കിട്ടി, ബൈനോമിയൽസ് തന്നെ ഇവിടെ കിട്ടി. x plus 3 x plus 2. ഇനി എന്താണ് ചെയ്യേണ്ടത്? either x plus 3 is equal to 0 or x plus 2 is equal to 0. മുമ്പ് എഴുതിയതുപോലെ ഒന്ന് എഴുതി കാണിച്ചു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ either x is equal to -3 ആവും, ഇവിടെ or x is equal to -2 ആവും. മുമ്പേ നമുക്ക് കിട്ടിയത് -2 -3 ആണ്. ഇപ്പോഴും കിട്ടാൻ പോകുന്നത് -3 -2 ആണ്. അങ്ങോട്ട് ഇങ്ങോട്ട് സ്ഥാനം മാറിയെങ്കിലും സംഖ്യകളൊന്നും തന്നെ. അപ്പോൾ ഇത്തരം ഇക്വേഷൻസിനെ ഫാക്ടറൈസ് ചെയ്യുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എത്രയും ഇക്വേഷൻ? an equation with 1 as the coefficient of x square. കൂടാതെ എല്ലാം പ്ലസ് ആണ്. Sure that you have understood this video.